കണ്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും തോന്നിക്കാണുന്നു ഇച്ചിരി ഓവറല്ലേ ഈ കാണിക്കുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം പറയാം, ഞാൻ ഇതിനു വേണ്ടി വന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ ഒരു ദിവസം ചുമ്മാ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്തു, എൻ്റെ തന്നെ വോയിസിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തു. അതൊരു ദിവസം രാത്രിയിൽ ഞാൻ ചുമ്മാ എടുത്ത് പോസ്റ്റ് ചെയ്തു. ചുമ്മാ തമാശയ്ക്ക് ചെയ്താൽ അത് ഇപ്പോൾ ട്രെൻഡിങ് ഉണ്ടല്ലോ, എൻ്റെ വീഡിയോസ് നിങ്ങൾ എൻ്റെ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് തരുമോ, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാറില്ല, അതാണ് സംഭവം. ഞാനിത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത് ചുമ്മാ ആരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതിലാണ് കയറി പോസ്റ്റ് ചെയ്തത്. ഏതിലാണ്? ട്രയലറിലാണ് പോസ്റ്റ് ചെയ്തത്. സമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് പ്ലാൻ. എന്താ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു 10,000 പേര് ആ വീഡിയോ കണ്ടു. 10,000 പേര്. എൻ്റെ പൊന്നി, ശരിക്കും കിടുങ്ങിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കിടുങ്ങിപ്പോയി. ഈ തൊപ്പി വെച്ചിരിക്കുന്ന ചുമ്മാ വെച്ചിരിക്കുന്നല്ല, ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനാണെന്ന് മനസ്സിലാകുന്ന പറയും, തൊപ്പി കാണണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ എൻ്റെ പൊന്നെ 10,000 പേര് വീഡിയോ കണ്ടു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കയറി നോക്കി അറിയാം, ഇറക്സ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ കൂടിയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കൊണ്ട് ആ വീഡിയോ ഏകദേശം 50,000 പേരിലേക്ക് എത്തി. പീക്ക് ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോരിത്തെച്ചു. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ കാര്യമാണ്. കാരണം ഞാനൊരു കട്ടപ്പനക്കാരനാണ്. എന്നെ സംബന്ധിച്ച് അത്രയൊക്കെ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കിട്ടിയവരുണ്ട്. പക്ഷെ ഇത്രത്തോളം റെസ്പോൺസ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് അതേ വേണ്ടി പറയാം. പക്ഷെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീലെടുത്താൽ ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നെ, ഈ സാധനം ഏകദേശം എഡിറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളിട്ട് കഴിഞ്ഞാൽ മാത്രമേ റീച്ച് കിട്ടുള്ളൂ, ആണുങ്ങളിട്ട് റീച്ച് കിട്ടില്ല, അങ്ങനത്തെ ഒരു ചിന്ത വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ആണുങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല, കാരണം ആൺപിള്ളേരെല്ലാം പെൺപിള്ളേരെടുത്ത റീൽസ് മാത്രമേ ലൈക്ക് ചെയ്യത്തുള്ളൂ, വ്യൂ ചെയ്തിട്ടുള്ളൂ, അവരുടെ അക്കൗണ്ടുകൾ മാത്രമേ ഫോളോ ചെയ്യത്തുള്ളൂ, അവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു. പക്ഷേ ആൺപിള്ളേർ തന്നെ എന്നെ മാറ്റിക്കളഞ്ഞെന്നാണ് പറയാം. എൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ തകർത്ത് തോട്ടിക്കളഞ്ഞു. എൻ്റെ പൊന്ന്, നിങ്ങളെന്താ ചെയ്താൽ അറിയില്ലേ? നിങ്ങൾക്കത് കാണണം. എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ ഒരു ഏകദേശം ഒരു 10-20 പേരോളം എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 സെക്കൻഡ് പോലുള്ള 30 സെക്കൻഡ് 1 മിനിറ്റുള്ള വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അതിനെ ഒരു 20 ഡയമെൻഷനിൽ അവർ എഡിറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്തു. ശരിക്കും കിടിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഡിറ്റേഴ്സിൻ്റെ ഒക്കെ കഴിവ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഓർത്തു പോയി, എൻ്റെ പൊന്നെ എന്താണ് ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇവരൊക്കെ എന്ത് കഴിവുണ്ടാവേ നിങ്ങൾക്കൊക്കെ. പെണ്ണുങ്ങളും ചെയ്തു കേട്ടോ, ഒരു 3 പേര് ചെയ്തിട്ടുണ്ട്, അവരെ പറയാതിരിക്കാൻ പറ്റില്ല. ആണുങ്ങൾ അവർ വാട്സപ്പിൽ ഉൾപ്പെടെ എനിക്ക് DM ചെയ്ത് എൻ്റെ നിന്ന് വീഡിയോസ് വാങ്ങിച്ച് അത് എഡിറ്റ് ചെയ്ത് മരണ മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല, അമ്മാതിരി ലെവലിലാണ് അത് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ വെച്ചിരിക്കുന്നത് തെറ്റിദ്ധരിക്കണ്ട, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്തോ ഒരു പോവാണോ എന്ന് വിചാരിച്ച് ഇത് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും 1000 നന്ദി. പിന്നെ നിങ്ങൾ തന്ന സപ്പോർട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം ഒന്നേ കാര്യം, എനിക്ക് കഴിവുണ്ട്, എനിക്കൊരു എന്തൊക്കെയുണ്ട്, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിലും ഇതുപോലെയുള്ള വീഡിയോസ്
അല്ല ഇതുപോലുള്ള വീഡിയോസ് അല്ല, ഞാൻ ആ പോസ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള കുറച്ച് നമുക്ക് സ്ട്രെസ് റിലീഫ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇല്ല നല്ലൊരു ഒരു ബ്ലോഗർ, നല്ലൊരു സ്ട്രീമർ, നല്ലൊരു റീൽ ക്രിയേറ്റർ, ആ ഒരു രീതിയിലൊക്കെ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഉറപ്പായും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. ഇതിന് ചില ഷോ കൂടുതലാണ്, പെർഫോമൻസ് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന അല്ല, മറ്റേ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി സത്യം എന്നാണേലും പൊളിച്ചടിക്കേക്കാം. ഇനി അതൊന്നും നോക്കുന്നില്ല. ഞാൻ പോയിട്ട് ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലും പിന്നെ യൂട്യൂബിലും എല്ലായിടത്തും അക്കൗണ്ട് തുടങ്ങി. എൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ അക്കൗണ്ടും നിങ്ങളെല്ലാത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യും. ഉറപ്പായിട്ടും ഞാൻ ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. ഉറപ്പായിട്ട് വരാം. നിങ്ങൾക്ക് എന്നും നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഐ ലവ് യു ഓൾ. നിങ്ങളെല്ലാവരും എനിക്കിഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ കട്ടപ്പനക്കാരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഞാൻ നിങ്ങളുടെ കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്നും എപ്പോഴും. ആ കാര്യത്തിൽ ഞാൻ വാക്ക് തരുവാണ്. പിന്നെ പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകളെ എൻ്റെ ലൈവിലായിക്കോട്ടെ, വ്ളോഗിലായിക്കോട്ടെ, റീൽസിലായിക്കോട്ടെ, സ്നാപ്പിലായിക്കോട്ടെ എല്ലായിടത്തും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് കാണാം. ഒരിടത്തും ഞാൻ അലമ്പുകൾ കാണിക്കില്ല. നിങ്ങളെനിക്ക് തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ആ സപ്പോർട്ട് ചെയ്തു തന്ന ഏകദേശം 55,000 പേര് നിങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. നിങ്ങളാണ് എന്നെ ഇവിടുന്നും എന്നാ പറഞ്ഞേ ഒരു മലമൂട്ടിൽ മൂടിപ്പോകേണ്ട ഒരാളെ നിങ്ങളാണ് ഉയർത്തിയിരുന്നത്. ഉറപ്പായും ഞാൻ നിങ്ങളോട് ഉണ്ടാവും. ഇനി ഞാൻ പോളിക്കോളാം, ഉറപ്പാണ്. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് മൈ ഡിയർ വ്യൂവേഴ്സ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ. ഇത് എഡിറ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ചുമ്മാ ഇടുവാണ്.